നല്ല സുഖമില്ല യാത്രയല്ല. ഇപ്പം ഇന്നെല്ലാം പേപ്പറിലെല്ലാം വല്ലാണ്ടല്ലേ ആ ഒരു പെണ്ണിനെ തള്ളിയിട്ടതും. അല്ലെങ്കിൽ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട് നമ്മൾ രാവിലത്തെ ഒരു ട്രെയിനിന് പോയിന് റഷ് ഉണ്ടാവില്ല. സുരക്ഷിതത്വം ഇല്ല. എന്തായാലും സ്ത്രീകൾ പോകുമ്പോൾ പേടിക്കും. എനക്ക് അങ്ങനെ ഒന്നും ആയിട്ടാ ഞാൻ പോയിട്ടില്ല ഇനി. സുരക്ഷിതമല്ല. ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. വലിയ സുരക്ഷിതമല്ല. യാത്രയൊന്നും അങ്ങനെ ചെയ്യല്ലോ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇല്ല, കേൾക്കാറുണ്ട്. സുരക്ഷിതമേ ഇല്ല. എത്രയോ തവണകളിലുണ്ടായിട്ടുണ്ട്. എത്ര പെൺപിള്ളേരെ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നതായിരിക്കും. ലേഡീസ് കമ്പാർട്ട്മെന്റിലൊക്കെയാണ് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെയല്ല, ഒന്ന് വർഷത്തിലൊരിക്കൽ അങ്ങനെ പോകില്ലല്ലോ. നമ്മൾ ബന്ധുക്കളെ വീട്ടിൽ ട്രെയിൻ യാത്ര ചെയ്യുന്നവരല്ല നമ്മൾ, വീട്ടമ്മയാന്ന്. നല്ല സുഖമില്ല യാത്രയല്ല. നമുക്ക് പിന്നെ അറിവ് കുറേ ഇങ്ങനെ വാർത്തയിലെല്ലാം വരുന്നത് കാണാമല്ലോ. നമുക്കത് അറിയാം. നമ്മൾ പോകുമ്പോൾ പിന്നെ രാവിലത്തെ ട്രെയിനിന് പോകും. അപ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടിട്ടില്ല ഇതുവരെ. അതാ അല്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറും. ഇല്ല, നമ്മ ഒന്നിച്ചാ പോകുന്നത്. നമ്മ അച്ഛനും അമ്മയും മോനും ഒന്നിച്ച് പോവും. അതെ, ഒറ്റക്കൊന്നും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റൂല എനിക്ക്. അപ്പം ഇന്നെല്ലാം പേപ്പറിലെല്ലാം വല്ലാണ്ടല്ലേ ആ ഒരു പെണ്ണിനെ തള്ളിയിട്ടതും. അല്ലെങ്കിൽ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട് നമ്മൾ രാവിലത്തെ ഒരു ട്രെയിനിന് പോയിന് റഷ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ട്. ഇപ്പോൾ കേൾക്കുമ്പോൾ വാർത്ത എല്ലാം സങ്കടപ്പെടുന്ന വാർത്തയാണ്. ആ ട്രെയിനിൽ തിക്കിത്തിറങ്ങിയിട്ട് പോകാനാകുമ്പോൾ ഞാൻ പറയലുണ്ട്, നമ്മൾ രാവിലെ പോകുമ്പോൾ എന്തൊരു സുഖമല്ലേ പോകാമെന്ന്. അനുഭവം വെച്ചാൽ ഉണ്ടാവും. അത് നല്ലോണം സുരക്ഷിതത്വം ഇല്ല. എന്തായാലും സ്ത്രീകൾ പോകുമ്പോൾ പേടിക്കും ട്രെയിനിൽ പോകുമ്പോൾ. ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥ അത് ആ രീതിയിലായതുകൊണ്ട് എന്തായാലും ബാഡായിട്ട് എനക്കായിട്ട് എന്നാലും കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ബാഡായിട്ട് ഇങ്ങനെ അനുഭവം ഉണ്ടാവലുണ്ട് എന്നെല്ലാം കേൾക്കലുണ്ട്. എനക്ക് അങ്ങനെ ഒന്നും ആയിട്ടാ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്തെല്ലോ കേൾക്കുന്നുണ്ട്. പെൺകുട്ടികളെ അങ്ങനെ ഇതാക്കി ബസ്സിലെല്ലാം പോകുമ്പോൾ ഒരുമാതിരി നോട്ടെല്ലാം നോക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നത് കേൾക്കുന്നു. എനിക്ക് അനുഭവം പെട്ടിട്ട് അതൊന്നും. അതിപ്പോൾ വനിത അവർക്ക് റിസർവേഷൻ ഉണ്ടെങ്കിലും അവിടെ ഇപ്പോൾ പുരുഷന്മാരിരിക്കുന്നത് കാണലുണ്ട്. നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. അവിടെ പറയാൻ നമ്മളിപ്പോൾ പ്രായം ചെറുതാണെങ്കിൽ നമ്മൾ പറഞ്ഞത് അനുസരിക്കും. ആ ഒരു ഇതില്ലല്ലോ. വനിതേൻ്റെ സീറ്റിൽ പുരുഷന്മാർ ഇപ്പോൾ കാണലുണ്ട്. നേരെ ഓപ്പോസിറ്റും കാണലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ ഇതന്നെയല്ലേ ബസ്സിൽ ഇതാവുന്നതല്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡെയിലി സഞ്ചരിക്കുന്നതുകൊണ്ടും ചെറിയൊരു പേടിയുണ്ട്. എന്നാലും ധൈര്യത്തോടെ പോകും. രാത്രികാലങ്ങളിലെല്ലാം നമുക്ക് പോവാൻ പേടിയാണ്. ഇപ്പോഴായാലും രാത്രികാലങ്ങളിലെല്ലാം നമ്മൾ പോകുമ്പോഴെല്ലാം ഒരുമാതിരി നോട്ടം നോക്കുന്നത് അതെല്ലാം നമുക്കൊരു പേടിയുണ്ട്. എത്ര സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാലും ചെറിയ രീതിയിൽ ഒരു ഭയമുണ്ട് നമുക്ക്. പ്രതികരിക്കുന്ന എങ്ങനെ സാഹചര്യം വന്നാൽ പ്രതികരിക്കും. ഞാൻ പോയിട്ടില്ല ഇനി. ഇല്ല, പോയിട്ടില്ല. സുരക്ഷിതമല്ല. പല കമ്പാർട്ട്മെൻറ്റിലും ഇതാണ്. പ്രത്യേകിച്ച് ജനറലൊക്കെ പല സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ഒത്തിരി പേരുണ്ട്. നമുക്ക് നേരിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ പ്രതികരിക്കും. അതെ, കുറവ് തന്നെ സുരക്ഷിതം. അതായത് ഇപ്പോൾ കാണുന്നല്ലേ കുറേ, അതായത് ഫുള്ള് റീലെല്ലാം കാണുന്ന ഗേൾസ് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇതും അങ്ങനെയല്ലോ. ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. വലിയ സുരക്ഷിതമല്ല. യാത്രയൊന്നും അങ്ങനെ ചെയ്യല്ലോ. രാത്രിയൊന്നും അങ്ങനെ സഞ്ചരിക്കുന്നതാണല്ലോ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സുരക്ഷിതല്ലാന്ന് ഞാൻ പറയുന്നത്. ഇല്ല, ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായിട്ടാ. പോകുമ്പോഴൊന്നും ഉണ്ടായിട്ടില്ല. കേൾക്കാറുണ്ട്. പറയാൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടത്? പിന്നെ എനിക്കൊന്നും പറയാൻ അറിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് പൊതുവെ എൻ്റെ ഒക്കെ പഠിക്കുന്നവരെല്ലാം ട്രെയിനിലാണ് വന്ന് പോകുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കല്ലുകൊണ്ട് കുറേ ആൾക്കാർ മോശമായിട്ട് പെരുമാറുന്നതെല്ലാം പ്രശ്നങ്ങൾ അവർ പറയാറുണ്ട്. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും സുരക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും നടപടി എടുക്കണം എന്നാണുള്ളത് പറയാനുള്ളത്. സ്ത്രീകൾക്ക് എപ്പോഴായാലും രാത്രിയായാലും പകലായാലും നേരെ സുരക്ഷിതമായിട്ട് പോകാനുള്ള അതെന്തെങ്കിലും ഞാൻ കണ്ടു. ഞാൻ ഇത് എപ്പോഴും കാണാറുണ്ട് ഈ ന്യൂസ് ചാനലിൽ. സുരക്ഷിതമേ ഇല്ല. എത്രയോ കാലം കൊണ്ട് സുരക്ഷിതമല്ലല്ലോ. എത്ര കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലോ. എത്രയോ തവണകളിലുണ്ടായിട്ടുണ്ട്. എത്ര പെൺപിള്ളേരെ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നതായിരിക്കും. ബസ്സിലായാലും ട്രെയിനിലായാലും ഇത് തന്നെ അവസ്ഥ. ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇതിന് മാറ്റം വരുന്നില്ല. അതാണല്ലോ ഇന്നലെ സംഭവിച്ചത്. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നില്ല. ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് മുമ്പോട്ട് വന്നില്ലല്ലോ. പുറകിൽ തന്നെയല്ലേ ഇപ്പോഴും. മധ്യഭാഗത്താണ് വേണ്ടത്. മധ്യഭാഗത്താണല്ലോ വേണ്ടത്. അല്ല, രാത്രിയിലെ പകൽ പോലും അല്ല. പിന്നെ രാത്രിയുടെ കാര്യം അവിടെ കിടക്കട്ടെ. പകൽ പോലും അല്ല. രാത്രിയുടെ കാര്യം അവിടെ കിടക്കട്ടെ. പകലും അല്ല രാത്രിയല്ല. നമ്മളെ പിള്ളേരെല്ലാം പഠിക്കാനെല്ലാം വിടുന്നത്.
ഒരു രക്ഷയില്ല. വീട്ടിലെത്തുന്നവരെ നമുക്ക് സമാധാനമില്ല, എവിടെ പോയാലും സമാധാനമില്ല. മനസ്സിലായില്ലേ? കേരളത്തിലായതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ബസ്സിലവൻ്റെ വല്ല പ്രശ്നം വന്നെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമില്ലു. ട്രെയിനിലായാൽ ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് കേരള സർക്കാരിൻ്റെ ആയ മാത്രം പ്രശ്നം. അന്യ കേന്ദ്രത്തിൽ നിന്ന് മറ്റേ ട്രെയിൻ വിടുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അതാണല്ലോ ഇവിടെ നടക്കുന്നില്ല. ട്രെയിനിനെ അടുത്തില്ല ചെയ്തിട്ടാ ഞാൻ അങ്ങനെ പോക്കില്ല. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മറ്റേതിലാകുമ്പോൾ നൈറ്റ് ട്രാവലിംഗ് കുറച്ച് റിസ്ക് വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ പോലീസിൻ്റെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് പോകുന്നുണ്ട്. നിലവിൽ ഉണ്ടായിട്ടില്ല. രാത്രി 2 പ്രാവശ്യം കുട്ടികളായിട്ടും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാഡായിട്ടുണ്ടായിരുന്നില്ല. ജനറലിൽ വരുന്ന സമയത്ത് ഒരു 1 ഡേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ബോഗിലെ ആൾക്കാരെ എണ്ണം ട്രാവൽ, അതായത് ബിസി ഡേയ്സിൽ നമുക്ക് വെക്കേഷൻ ടൈമിലായിട്ട് ബിസി ഡേയ്സിൽ കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടിരുന്നുണ്ട്. ഞാനും പോയ സമയത്ത് ഉണ്ടായിരുന്നു. വനിതാ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു, പോലീസുകാരുടെ സർവീസ് ഉണ്ടായിരുന്നു, നൈറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ്. സുരക്ഷ വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല, ഞാൻ കംഫർട്ടായിട്ട് എത്തിയിരുന്നു.